ഹിബോൺ ചാക്കോ എഴുതിയ അമർ എന്ന കഥ. അമർ റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്. അമർ ആക്ഷൻ ഡ്രാമ പാർട്ട് 7. 2 ദിവസങ്ങൾക്ക് ശേഷമുള്ളൊരു സായാഹ്നത്തിൽ അലിയാത്ത വിധം മുങ്ങിക്കിടക്കുകയാണ് റോയിസിൻ്റെ വലിയ വില്ല. ഒരു പോലീസ് മേധാവി, 2 മന്ത്രിമാർ, ബിസിനസ്മാൻമാരെന്ന് തോന്നിക്കുന്ന മറ്റ് 4 പേർ ഹാളിൽ ഒരു നീണ്ടു ചെറിയ ടേബിളിന് ഇരുവശങ്ങളിലുമായി ഇരിക്കുകയാണ്. അവർക്ക് അകമ്പടിയെന്ന വിധം ടേബിളിൽ ഓരോ ഗ്ലാസ്സിലായി വിവിധതരം മദ്യവും മദ്യക്കുപ്പികളും അനുബന്ധങ്ങളും ഇരിക്കുകയാണ്. ഇവയ്ക്കെല്ലാം കാവലെന്ന വിധം പുറത്ത് 2 വണ്ടി ചെറുതും വലുതുമായ ഗുണ്ടകളും നിലകൊള്ളുകയാണ്. ഇരു കൈകളിലും ഭക്ഷണ സാധനങ്ങളുമായി കിച്ചണിൽ നിന്നും ഒരു പ്രായമായ ആൾ എത്തി തൻ്റെ കയ്യിൽ ഉള്ളത് ടേബിളിലേക്ക് മെല്ലെ വെച്ചപ്പോഴേക്കും പുതുമ നഷ്ടമായ വിധം റോയിസ് ഒരു സാധാരണ വേഷത്തിൽ ഹാളിൽ ഏവരുടെയും മുന്നിലേക്ക് എത്തി. അത് ശ്രദ്ധിച്ചെന്നവണ്ണം കിച്ചണിലേക്ക് തിരികെ പോകുവാൻ തുനിഞ്ഞ മധ്യവയസ്കൻ ഒരു പുതിയ ചെയർ അല്പം മാറി ഒരിടത്ത് കിടന്നിരുന്നത് എടുത്തു കൊടുത്തു തൻ്റെ യജമാനന്. വീട്ടുകാരത്തെയും മോനും എവിടെ? റോയിസ് ചെയറിൽ ഇരുന്നപ്പോഴേക്കും മന്ത്രിമാരിൽ ഒരാൾ തുടക്കമെന്നവണ്ണം ചോദിച്ചു. അവളും മോനും അവളുടെ വീട്ടിലാണ്, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞേ വരൂ. ഇങ്ങനെയൊന്ന് നിർത്തിയ ശേഷം ഭാവം അല്പം തണുപ്പിച്ചുകൊണ്ട് റോയിസ് തുടർന്ന് പൊതുവായി ചോദിച്ചു. എന്നാ മടിച്ചു നിൽക്കുന്നത്? തുടങ്ങ്. ഏവരും മെല്ലെ തങ്ങളുടെ മുന്നിലായി തുനിഞ്ഞിരിക്കുന്നവയെ വേണ്ട വിധം ഉപയോഗിച്ചു തുടങ്ങി. ഒപ്പം റോയിസും. ആ പുതിയ ഇപ്പോഴത്തെ ഇൻസ്പെക്ടറില്ലേ, അവനിങ്ങനെ കയറൂരി നടക്കുവാണല്ലോ. അത്യാവശ്യം കുശലം പറച്ചിലുകളും മറ്റും കുറച്ചു സമയം അവരുടെ പക്കൽ നിന്നും അപഹരിച്ചതോടെ ഒരു നിമിഷം മെല്ലെ ഇങ്ങനെ റോയിസ് കയ്യിലെ ഗ്ലാസ്സിൽ പാതി മദ്യമിരിക്കെ തുടങ്ങി. ഇത് കേട്ട് ഒന്ന് നെറ്റി ചുളിച്ച ശേഷം സന്നിഹിതനായിരുന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. നമ്മുടെ ഇവിടെ പ്രശ്നങ്ങളാണെന്ന് ഒരു ഖ്യാതി പുറത്തായിട്ടുണ്ട്. ഒന്നൊതുങ്ങാൻ എന്തെങ്കിലും ഇട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്വസ്ഥത മുഴുവൻ പോകും. തൻ്റെ കയ്യിലിരുന്ന ഗ്ലാസ്സിലെ മദ്യം ഒന്ന് സിപ്പ് ചെയ്ത് ഇങ്ങനെ റോയിസിനോടായി പറഞ്ഞു നിർത്തിയ ശേഷം മന്ത്രിമാരെ ഇരുവരെയും നോക്കി അയാൾ തുടർന്നു പറഞ്ഞു. അങ്ങനെയല്ലേ? ചോദ്യഭാവം ഉൾക്കൊണ്ടെന്ന വിധം മന്ത്രിമാരിലൊരാൾ കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് കാലിയാക്കി മുന്നിലേക്ക് വെച്ച ശേഷം റോയിസിനോടും മറ്റ് ബിസിനസ്മാൻമാരോടുമായി പറഞ്ഞു തുടങ്ങി. ഞങ്ങൾക്കവിടെ സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കണമെന്ന് അറിയാമല്ലോ. എന്ന് വെച്ച് അതിന് നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും വേണ്ട. പറഞ്ഞു വന്ന മന്ത്രി പൂർത്തിയാക്കുന്നതിന് മുൻപ് രണ്ടാമത്തെ മന്ത്രി ഉദ്യോഗസ്ഥനോട് പൊതുവായെന്ന വിധം ചോദിച്ചു. എടോ, നമുക്ക് വല്ലതും ഉടനെ ചെയ്യാൻ പറ്റുമോ? ശേഷം അയാൾ തൻ്റെ കാലിയായിരുന്ന ഗ്ലാസ്സിലേക്ക് കുറച്ച് മദ്യം ഒഴിച്ച ശേഷം ഐസ് ക്യൂബ്സ് 2-3 എടുത്തിട്ടു. അപ്പോഴേക്കും മറുപടി എന്ന വിധം യൂണിഫോമിലായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ റോയിസിനും മന്ത്രിമാർക്കും നേരെ എന്ന വിധം അല്പം ചെരിഞ്ഞിരുന്ന ശേഷം തുടങ്ങി. നമ്മുടെ ആൾക്കാർ ഉൾപ്പെടെ എല്ലാവരും ഒന്ന് ഒതുങ്ങി നിൽക്കുക. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ തന്നെ രഹസ്യ നിർദ്ദേശം വെച്ച. ഒന്നുകൂടി അനങ്ങിയിരുന്ന് അയാൾ തുടർന്നു. എല്ലാം ഒന്ന് ഒതുങ്ങിയെന്ന് വരുമ്പോൾ പരാതികളും ചിലപ്പുമൊക്കെ കുറയുമെന്ന്. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പോഴേക്കും ആദ്യം സംസാരിച്ച മന്ത്രി ഇടയ്ക്ക് കയറി റോയിസിനോടായി പറഞ്ഞു. നമുക്ക് അറിയാമല്ലോ, കസേരയെല്ലാം ഭദ്രമായിട്ടിരുന്നാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കും. അപ്പോൾ എല്ലാവരെയും മാനിച്ചെന്ന വിധവും മറുപടിയാലും തൻ്റെ കയ്യിലിരുന്ന കാലിയായ ഗ്ലാസ് മുന്നിലേക്ക് വെച്ച ശേഷം ഒന്നനങ്ങിയിരുന്ന് ചെറുതായി ഒന്ന് മുരളിയ ശേഷം റോയിസ് പറഞ്ഞു. എനിക്കൊന്നും അറിയില്ലാത്തോണ്ടല്ല, നിങ്ങൾ നന്നായി ഇരുന്നാലേ ഞങ്ങൾക്ക് നിവരാൻ പറ്റൂ. മുന്നോട്ടാഞ്ഞ് മദ്യം കുറച്ച് തൻ്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സോഡ തുറന്ന് അല്പം ഒഴിച്ച ശേഷം അതെടുത്ത് പഴയപടി ഇരുന്ന് തുടർന്നു. സന്നിഹിതരായിരുന്നവർ മദ്യവും ഭക്ഷണവും മറ്റും മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ സ്വസ്ഥതയ്ക്ക് അവന് നാപ്പ് വെച്ചിരിക്കുക. നമ്മുടെ എല്ലാവരുടെയും സർക്കിളിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് എന്തെങ്കിലും ഒന്ന് നിർത്തി 2 നിമിഷം ആലോചിച്ച ശേഷം പൊതുവായി എന്ന വിധം അവൻ തുടർന്ന് പറഞ്ഞു. ഒന്നൊതുക്കി നിർത്തിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവനൊക്കെ അല്ലല്ലോ നമ്മുടെയൊക്കെ കാര്യം. തങ്ങളുടെ പ്രവൃത്തികൾ തുടരവേ എല്ലാവർക്കും ഈ വാചകങ്ങൾ കണക്കിലെടുക്കേണ്ടതായി വന്ന വിധം ഭാവഭേദങ്ങൾ ഏവരും ആ നിമിഷം സാവധാനം പുറപ്പെടുവിച്ചു. തൻ്റെ ഗ്ലാസ്സിൽ നിന്ന് മദ്യം 2 സിപ്പിലധികം ഒരുമിച്ച് കുടിച്ചിറക്കിയ ശേഷം റോയിസ് എല്ലാവർക്കും മുന്നിലൊരു ചോദ്യമായി നിലകൊണ്ടു. ഒതുക്കുന്ന കാര്യം ഓർത്തങ്ങ് ബേജാറാവുമൊന്നും വേണ്ട. വേണ്ടതുപോലെ ഞാൻ ചെയ്യുന്നുണ്ട്. അല്പം ദൃഢതയോടെ, എന്നാൽ പഴയപടി തന്നെ ഒന്ന് നിവർന്നിരുന്നു കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പൊതുവായി തുടങ്ങി. നമ്മുടെ ഭാഗത്തു നിന്നും വേണ്ടതുണ്ടാകുമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ? പാതി പൂസായ വിധം ഒരു മന്ത്രി മറ്റേ മന്ത്രിയെ കൂടി തന്നോട് ചേർത്ത് പരിഗണിച്ചെന്ന വിധം പൊതുവായി കൂട്ടിച്ചേർത്തു. പിന്നെ ഞങ്ങളെന്താ വെറുതെയാ? മറ്റ് ബിസിനസ്മാൻമാരും വിട്ടുകൊടുക്കാതെ ഒപ്പം കൂട്ടിച്ചേർത്തു.
ഏവരെയും പരിഗണിച്ച് ഇത്രയും സമയം അവർ ഒന്നും ഉച്ചത്തിൽ സംസാരിച്ചിരുന്നില്ല. ഏയ് റോയ്സ്, നിങ്ങളൊട്ടും ടെൻഷനാകേണ്ട. എല്ലാം നമ്മുടെ കയ്യിൽ തന്നെയാണ്. വേണ്ടതും ചെയ്യുന്നുണ്ട്. ഒരിക്കൽ കൂടി രംഗം ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യും വിധം മദ്യലഹരി ആക്രമിച്ചു തുടങ്ങിയെന്ന വിധം റോയ്സിന് നേരെ ഒന്നെണീറ്റ് നിന്ന് ഇരുകൈകളും ബെൽറ്റിൽ പിടിച്ച് പാൻറ് നേരെയാക്കിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പറഞ്ഞുറപ്പിച്ചു. മന്ദഹസിച്ച് ഇരിക്കുവാൻ ആരാഞ്ഞു റോയ്സ് ഒന്ന് നിവർന്നിരുന്നു. മറ്റുള്ളവർ തങ്ങൾ തുടർന്നു വന്ന പ്രവർത്തനങ്ങൾ തുടരുന്ന തിരക്കിലായിരുന്നു. ബാക്കിയുള്ള ആളുകളെയും ചേർത്ത് കാര്യമായൊന്ന് അടുത്ത ദിവസം തന്നെ കൂടണം എന്ന് ഇത്തവണ ലഹരിയുടെ ആധിക്യത്തിൽ പൊതുവായൊരു ആഗ്രഹം ഉയർന്നുകൊണ്ടിരുന്നു ഇവർക്കിടയിൽ. അടുത്ത സെറ്റ് മദ്യക്കുപ്പികളും ഭക്ഷണപദാർത്ഥങ്ങളും എത്തിക്കുവാൻ ഏകദേശം പൂർണ്ണമായും നഗ്നമാക്കപ്പെട്ട ഗ്ലാസുകളും കുപ്പികളും മറ്റുള്ളവയും പരിഗണിച്ചെന്ന വിധം റോയ്സ് കിച്ചണിലേക്ക് ശബ്ദമുയർത്തി വിളിച്ചു പറഞ്ഞു. ഈ സമയം പുറത്ത് വാഹനങ്ങളിലിരുന്ന ഗുണ്ടകൾക്ക് ഭക്ഷണവും മദ്യവും എത്തിപ്പെട്ടിരുന്നു. ഏവരും പതിവ് പോലെ ലഹരിയിലേക്ക് ഐസ് ക്യൂബ്സ് പോലെ ലയിച്ചു ചേർന്നിരുന്നു. സായാഹ്നം അതിൻ്റെ ജോലി പൂർത്തിയാക്കി പോയി കഴിഞ്ഞിരുന്നു. സ്റ്റേഷനിലെ അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞിരുന്നില്ല. അമറിൻ്റെ പ്രകടനത്തിൻ്റെ പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്തു നിന്നും ഒരുമിച്ചെന്ന വിധം വനിതാ പോലീസുകാരികളിൽ ഒരാളുടെ അകമ്പടിയോടെ ജീന വിഷമഭാവത്തോടെ സ്റ്റേഷനിൽ അമറിനടുത്തേക്ക് വന്നു. അവൻ ഒറ്റയ്ക്ക് ചില ഫയലുകൾ ധൃതിയിൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചില കോൺസ്റ്റബിളുമാർ ചോദ്യവും പറച്ചിലുകളുമായി തൻ്റെ അടുത്തേക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സ്റ്റേഷനാകെ പതിവ് പോലെ തിരക്കിലായിരുന്നു. സാർ, അന്നത്തെ അവന്മാർ വീണ്ടും ഭയങ്കര ശല്യമാണെന്നാണ് പറയുന്നത്. പോലീസുകാരി മുഖവര എന്ന വിധം അമറിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് എന്ന വ്യാജേനയുള്ള മുഖഭാവം തൻ്റെ വർത്തമാന സമയ ജോലിയെ പിന്തള്ളി അമർ ജീനയോട് പ്രകടമാക്കി. അന്നത്തെ ആ സംഭവത്തിനു ശേഷം ഒരു മാസം വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ 1 2 ഇപ്പോൾ തീർത്തും ബുദ്ധിമുട്ടാണ് സാർ. താൻ തീർത്തും ഈ സംഭവത്താൽ അവശയായി എന്ന ഭാവത്തിൽ ജീന തൻ്റെ പരാതി ബോധിപ്പിച്ചു. ഇത് കേട്ട ശേഷം ഒരു നിമിഷം കണ്ണുകൾ ഇറുക്കിയടച്ച് തലകുനിച്ച ശേഷം അമർ ധൃതിയിൽ പോലീസുകാരിയോട് പറഞ്ഞു. ഒരു കംപ്ലൈൻറ്റ് എഴുതി വാങ്ങിച്ചിട്ട് ഇവരുടെ വീട്ടിലാക്കണം. പറ്റില്ലേ? ഇതോടൊപ്പം പാതി യൂണിഫോമിൽ കൈമടക്കി വെച്ച കറുത്ത ഷർട്ടിലായിരുന്ന അമർ താൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ശരി സാർ, പറ്റും എന്ന ഭാവത്തിൽ തലയാട്ടിക്കൊണ്ട് പോലീസുകാരി ദൃഢമായി മറുപടി നൽകി. തൽക്കാലം ഇവർ പറയുന്നത് പോലെ ചെയ്യും, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. അടുത്ത നിമിഷത്തിൽ ജീനയെ നോക്കി അമർ ഇങ്ങനെ പറഞ്ഞു, ധൃതി വിടാതെ. ജീന സമ്മതം ഭാവിച്ചതും അവരിരുവരെയും മറികടന്ന് അമർ അല്പം ഉച്ചത്തിൽ പ്രവീൺ എന്ന് വിളിച്ചു, പൊതുവായെന്ന വിധം. അവൻ ഓടിയെത്തി താൻ ചെയ്തിരുന്ന പണിയിൽ നിന്നും. ആ പബ്ബ് ലോക്ക് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞത് ചെയ്തോ? അല്പം ശബ്ദം താഴ്ത്തി അമർ ഇങ്ങനെ പ്രവീണിനോട് അന്വേഷിച്ചു. സാർ, ആ സ്ഥലം എനിക്കറിയാം. പക്ഷേ എന്തോ തുടർന്ന് പറയുവാൻ തുനിഞ്ഞ പ്രവീണിനെ കയറി പറഞ്ഞു ഉടനടി അമർ വേഗം അങ്ങോട്ട് വണ്ടിയെടുത്തു. ഇത് പറഞ്ഞ് ബൊലേറോ ലക്ഷ്യമാക്കിയെന്ന വിധം അമർ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി. ഒരു നിമിഷം തൻ്റെ അവസ്ഥയിൽ അമാന്തിച്ച ശേഷം ഫുൾ യൂണിഫോമിലായിരുന്ന പ്രവീൺ പിറകെ ഓടിച്ചെന്ന വണ്ടിയിൽ കയറി. സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും മുന്നിലെ പാസഞ്ചർ സൈഡിലെ സീറ്റിൽ അമർ തൻ്റെ ഇരിപ്പ് ഭദ്രമാക്കിയിരുന്നു. ഒരു നിമിഷം അനക്കമില്ലാതെ നേരെ നിശ്ചയദാർഢ്യത്തോടെ ഇരിക്കുന്ന അമറിനെ ഒന്ന് നോക്കിയ ശേഷം പ്രവീൺ വേഗത്തിൽ വണ്ടിയെടുത്തു പോയി. സാർ, എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പക്ഷേ ഞാനെന്താ പറയുക ഇപ്പോൾ? വാഹനം പബ്ബിലേക്ക് കുതിക്കുന്നതിനിടയിൽ കുറച്ചു സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം പ്രവീൺ അമറിനോട് ചോദിച്ചു. 2 നിമിഷം പഴയപടി ഇരിപ്പ് തുടർന്ന ശേഷം അമർ മറുപടി എന്ന വിധം പറഞ്ഞു. നമ്മളെ പറഞ്ഞു വിട്ടവന്മാർക്ക് നമ്മളെ ഉൾപ്പെടെ ആരെയും വേണ്ട. നമുക്കങ്ങനെ എത്രത്തോളം ചെയ്യാൻ പറ്റും? തൻ്റെ ഇരിപ്പിൽ അനക്കം കൂടാതെയുള്ള അമറിൻ്റെ ഈ വാചകങ്ങൾക്ക് പ്രവീണിൻ്റെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരത്തിനുതങ്ങുന്നവയായിരുന്നു. അതിൻ്റെ ഭാരത്തിൽ പ്രവീൺ തുടർന്നപ്പോഴേക്കും അമർ ഇങ്ങനെ കൂട്ടിച്ചേർത്തു പഴയപടി. തൽക്കാലത്തേക്ക് ഇതൊക്കെയേ പറ്റൂ. പിന്നീട് ഇരുവരും നിശബ്ദരായിരുന്നു. തെല്ലു താമസിച്ചില്ല വാഹനം പബ്ബിലേക്ക് എത്തി. പാർക്ക് ചെയ്ത പോലീസ് വാഹനത്തെ കൂടാതെ വെളിച്ചവർണ്ണങ്ങളാൽ അലങ്കൃതമായ പബ്ബിന് പരിസരത്തെ ചെറുതും വലുതുമായ ആളുകൾ തങ്ങളുടെ ലഹരികളിൽ തുടർന്നു. ഇതൊന്നും വകവയ്ക്കാതെ വാഹനത്തിൽ നിന്നും ഇരുവരും പുറത്തിറങ്ങി ഒരുമിച്ചു. തനിക്ക് പറയാനുള്ളത് ഉള്ളിലൊതുക്കി പ്രവീൺ തൻ്റെ അധികാരിയെ ഒന്ന് നോക്കിപ്പോയി. ആ പ്രക്രിയ തിരിച്ചും അമർ പ്രയോഗിച്ചു. ചോദ്യങ്ങളും ഉത്തരങ്ങളും വാചകങ്ങളുമെല്ലാം ഇരുവരുടെയും പരസ്പരമുള്ള ആ നോട്ടത്തിലുണ്ടായിരുന്നു. തന്നോടൊപ്പം മുന്നോട്ട് നടക്കുവാനാഞ്ഞ പ്രവീണിനെ തടഞ്ഞുകൊണ്ട് അമർ പറഞ്ഞു, വണ്ടിയിൽ തോക്കുണ്ട്, പിന്നെ ഇവിടെ നിന്നാൽ മതി.
ഇതുവരെയുള്ള പരിചയവും അറിവും വെച്ച് ഒരുപാടുള്ളത് ഒരുമിപ്പിച്ചിങ്ങനെ അമർ പറയുന്നത് ധാരാളമായിരുന്നു കോൺസ്റ്റബിൾ പ്രവീണിന്. പബ്ബിലേക്ക് കയറി ചെന്ന അമറിനെ കാവൽ നിന്നിരുന്ന 2 പേർ തടഞ്ഞു. ഉടനടി തന്നെ അവനെ തിരിച്ചറിഞ്ഞെന്ന വിധം ഒരാൾ തൻ്റെ മൊബൈലെടുത്ത് ഒരു നമ്പറിൽ ഡയൽ ചെയ്തതോടൊപ്പം ഇരു കാവൽക്കാരും പരസ്പരമുള്ള ഭാവബന്ധത്തിനൊടുവിൽ അവനെ അകത്തേക്ക് കടത്തി. കയറിയ ഉടൻ വാതിൽ പുറത്തു നിന്നും അടഞ്ഞു. ഇരു കൈകളും അരക്കി കൊടുത്ത് അമർ ആകെയൊന്ന് നോക്കി. വലിയ ശബ്ദത്തിൽ പാട്ട് തകർക്കുകയാണ്. കൂടെ ആടി ഒരുപാട് ആളുകൾ. ചലിക്കുന്ന വർണ്ണപ്രകാശ ശബളങ്ങളാൽ മാത്രം, എന്നാൽ പാതിയിലധികം ഇരുട്ടിലും വലിയ ഹാൾ പബ്ബിനകം. തൻ്റെ അങ്ങേതലയ്ക്കായി ഇതിനെല്ലാം ഓരോ വിധത്തിൽ നേതൃത്വം കൊടുക്കുന്നവർ നിലകൊള്ളുകയാണ്. അവിടേക്ക് അമർ തൻ്റെ ലക്ഷ്യം ഉറപ്പിച്ചു. ഒരു ചുവട് അവൻ മുന്നോട്ട് വെച്ചപ്പോഴേക്കും ലഹരിയുടെ പിൻബലത്തോടെ അന്ന് ശല്യം ചെയ്തവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു യുവാവ് എങ്ങു നിന്നോ പെട്ടെന്നെത്തി അടുത്തുകൂടി പറഞ്ഞു. പബ്ബിൻ്റെ അന്തരീക്ഷത്തെ കടത്തി. ഏറ്റവും മുന്നിൽ ഞങ്ങളുടെ നേതാവുണ്ടാകും, പറ്റുമെങ്കിൽ പോയി പിടിച്ചു. അവനിത് പറഞ്ഞു തീർത്തതും അമറിൻ്റെ പുറത്തിനു താഴെ ആരോ മൂർച്ചയേറിയ ചെറിയ ആയുധം ഉപയോഗിച്ചെന്ന വിധം പൂളി. അമർ, റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്.